നമസ്കാരങ്ങൾ ചിട്ടവെക്കണം. ഇനിയുള്ളതാകുന്ന നമസ്കാരങ്ങളെ ജമാഅത്തുകളെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഓരോ വഖത്തിന് മുമ്പും ശേഷം ഒരു 10 മിനിറ്റെങ്കിലും പള്ളിയുടെ അകത്തളത്തിലിരിക്കാൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അത് നമ്മുടെ ഐക്യത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇന്ന് മനുഷ്യൻ അനൈക്യത്തിന്റെ സ്വരത്തിലേക്ക് മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ്. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അള്ളാഹു നമ്മളെ കാത്തു സംരക്ഷിക്കുമാറാവട്ടെ. മഹല്ല് സംവിധാനം എപ്പോഴും ഐക്യത്തിലായിരിക്കണം. നമ്മുടെ മഹല്ല് അങ്ങനെ തന്നെയാണ് നിലനിന്നു പോകുന്നത്. നൂറ്റാണ്ടുകളുടെ പാരമ്പര്യമാണ്. വർഷങ്ങളായി കൃത്യമായി ഐക്യത്വ സന്ദേശം വിളിച്ചോതുന്നതാകുന്ന മിമ്പറും മെഹ്റാബുമാണ്. നമ്മൾ എല്ലാവരെയും ഒരുമിച്ച് ചേർത്ത് നിർത്താൻ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശ അടിസ്ഥാനത്തിൽ എല്ലാവരും ഒരേ മക്കളെന്ന നിലയ്ക്ക് തന്നെ പരിശുദ്ധമായ പള്ളിയിലേക്ക് ചേർത്ത് നിർത്താൻ നോക്കൂ. നിങ്ങൾ തിരുവനന്തപുരം ജമാഅത്തിൽ തന്നെ ശ്രദ്ധേയമായ ഒരു മഹല്ലാണ് ആലങ്കോട് മുസ്ലിം ജമാഅത്ത്. അൽഹംദുലില്ലാഹ് ഈ റമദാൻ വളരെയേറെ സന്തോഷത്തിന്റെ ദിവസങ്ങളായിരുന്നു. 30 ദിവസം നോമ്പ്